ഒരു വിഷയത്തെ മുൻവിധികളോടെ കാണുക എന്നത് മനുഷ്യസഹജമായ ഒരു സ്വഭാവമാണ്. ഇതൊരു പരിധിവരെ നല്ലതാണെങ്കിലും ജീവിത വിജയത്തിന് ഇത് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കാറുണ്ട്. പണ്ട് ഒരു സ്കൂളിൽ ഒരു അധ്യാപിക ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണക്കധ്യാപിക അവരോട് ഒരു കണക്കു ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അധ്യാപിക തന്നെ പറഞ്ഞു, ഇതിന് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഉത്തരം കിട്ടുകയില്ല എന്ന്. വേണമെങ്കിൽ നിങ്ങൾ ഹോംവർക്കായി വീട്ടിൽ പോയി ചെയ്തു, പക്ഷേ ഇതിന് ഉത്തരം കിട്ടുകയില്ല എന്നാണ് അധ്യാപിക പറഞ്ഞത്. കുട്ടികൾ ഇത് എഴുതിയെടുത്തു. അന്ന് ക്ലാസ്സിൽ വരാതിരുന്ന ഒരു കുട്ടി പിറ്റേന്ന് നോട്ട് എഴുതിയെടുത്ത കൂട്ടത്തിൽ ഇത് ഹോംവർക്കാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഹോംവർക്കായി എഴുതിയെടുക്കുകയും വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം അതേ അധ്യാപിക വീണ്ടും ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോടായി ചോദിച്ചു, കഴിഞ്ഞ ദിവസം നിങ്ങൾ കൊണ്ടുപോയ കണക്ക് ഉത്തരം കിട്ടിക്കാണില്ലല്ലോ, നോക്കിയോ ആരെങ്കിലും എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു, നോക്കി ടീച്ചർ, ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു കുട്ടി പറഞ്ഞു, സാർ എനിക്കത് ഉത്തരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അവന്റെ ബുക്ക് വാങ്ങി നോക്കി. അതെ, തീർച്ചയായിട്ടും അതൊരു ഉത്തരം കിട്ടാവുന്ന കണക്കായിരുന്നു. ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മുൻവിധികളില്ലായിരുന്നു, അവൻ അറിയില്ലായിരുന്നു. അവനും ഈ മുൻവിധി ഉത്തരം കിട്ടില്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനും ഈ ഉത്തരം ലഭിക്കുമായിരുന്നില്ല. പക്ഷെ അവൻ മുൻവിധികളില്ലാതെ അത് ചെയ്യുകയും കണക്ക് അധ്യാപികയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. അതെ, ജീവിതത്തിൽ ഇത്തരം ശീലം, നമ്മൾ എല്ലാത്തിനെയും നേരത്തെ തന്നെ മുൻവിധികളോടെ സമീപിക്കുന്ന ഒരു ശീലം, അത് പലപ്പോഴും നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമാകാറുണ്ട് എന്നുള്ളതാണ്.